ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജീസ് പാഠശാല. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നോളജ് വേഴ്സസ് ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ ക്ലയൻറ്റിൻ്റെ മുന്നിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് നോളജ് ആണോ ഓർ ഇൻഫർമേഷൻസ്? നമ്മൾ ക്ലയൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ നോളജ് ആണ്. കാരണം ക്ലയൻറ്റിന് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഇൻഫർമേഷൻ ഓവർലോഡഡ് എന്നൊരു സിറ്റുവേഷൻസിലാണ്. അപ്പോൾ നമ്മൾ ഇഫ് വി ആർ എ പ്രൊഫഷണൽ ഇനഫ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഹാവ് ടു പ്രൊവൈഡ് നോളജ് ടു ദ ക്ലയൻറ്റ്സ്. ക്ലയൻറ്റ് നോളജാണ് കൊടുക്കേണ്ടത്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായ നോളജ് കൊടുക്കണം. അറിവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെന്താണ് കൃത്യമായിട്ട് അറിവുള്ള ആളാണ് നമ്മൾ കൃത്യമായിട്ട് ക്ലയൻറ്റിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ആസ് എ പ്രൊഫഷണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല ഇൻഫർമേഷനും പല കോടുന്നതായിരിക്കും അയാൾ കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആർ വി കൺഫ്യൂസിങ് ഓർ കൺവിൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായി ഡീറ്റെയിൽ നോളജ് ഉണ്ടാവണം. അത് കൃത്യമായിട്ട് പ്രൊഫഷണൽ വേയിൽ നമ്മൾ കൃത്യമായിട്ട് ക്ലയൻറ്റ് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ദോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ബിറ്റ്വീൻസ് നോളജ് വേഴ്സസ് ഇൻഫർമേഷൻസ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും കാലം പറഞ്ഞിട്ട് നീ ഒന്ന് ഈ ഒരു ഇൻഫർമേഷൻ സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. കാരണം ഈ ഒരു വിൻ്റർ സെഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഇൻഷുറൻസ് അഡ്വൈസേഴ്സിൻ്റെ കാറ്റഗറിയെ സംബന്ധിച്ചിട്ട് നമ്മുടെ വിൻ്റർ സെഷനിൽ ഒരു ഇൻഷുറൻസ് ബില്ല് കൊണ്ടുവരുന്നുണ്ട്. അത് ഇൻഷുറൻസ് അഡ്വൈസറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പോൾ ആ ഇതിൽ നമ്മൾ 2047 നമുക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് എന്നുള്ള ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് ഗവൺമെൻറ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില അമെൻമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ കാറ്റഗറി ഈ സമയത്ത് ഈ സിറ്റുവേഷൻസിൽ നമ്മളെല്ലാവരും നോർമലി അഡ്വൈസേഴ്സ് എല്ലാവരും ടൈഡ് ഇൻഷുറൻസ് മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഒരു കമ്പനിയായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ടൈഡ് മോഡൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജനറൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഈ ഒരു 3 കമ്പനിയായിട്ടായിരിക്കും നമ്മൾ ഒരു അഡ്വൈസർ ഒരു ക്ലയൻറ്റിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നോർമലി നമ്മൾ LIC ആണെങ്കിൽ നമ്മൾ LICൻ്റെ പ്രൊഡക്ട്സ് ആയിരിക്കും കസ്റ്റമറുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. അഥവാ നിങ്ങൾ ICICIൻ്റെ ആണെങ്കിലോ HDFC ആണെങ്കിലോ ആ ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആയിരിക്കും. ജനറൽ ഇൻഷുറൻസ് ആണെങ്കിലും ഓരോ കമ്പനീൻ്റെ ഒരു കസ്റ്റമർക്ക് ഒരു കമ്പനീനെ മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് വരാൻ പോകുന്ന കാര്യം ഈ ഒരു അമെൻമെൻറ്റോടെ ഓപ്പൺ ആർക്കിടെക്ചർ ഓഫ് ഏജൻ്റാണ് വരിക. അപ്പോൾ അതായത് ഒരു കസ്റ്റമർക്ക് മുന്നിൽ നമുക്ക് കൂടുതൽ കമ്പനിയെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു കസ്റ്റമറെ മുന്നിൽ നമ്മൾ മാർജിൻ ഫ്രീ മാർക്കറ്റ് പോലെ ഉണ്ടാവും. ഏറ്റവും കൂടുതലായി ഒരു ലൈഫ് ഇൻഷുറൻസിൻ്റെ നമ്മൾ പോകുന്ന സമയത്ത് LIC മാത്രമല്ല ആ ഒരു അഡ്വൈസറുടെ കയ്യിൽ കുറേ അവരുടെ ബാസ്ക്കറ്റിൽ മറ്റ് കമ്പനീസിൻ്റെ കുറേ പ്രോഡക്ട്സും കൂടി ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെ കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വരുന്നത്. അത് ഇതിനെക്കുറിച്ച് ഡിബേറ്റ്സ് വേറെ തന്നെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് മാത്രമാണ് എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ LIC മാത്രമല്ല മറ്റു പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളും കസ്റ്റമർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതും കൂടി കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്ത് പോകണം. നമ്മൾ സെല്ലർ എന്നുള്ളതിൽ മാറി അഡ്വൈസർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം കസ്റ്റമറുടെ മുന്നിൽ ഒരു അഡ്വൈസർ പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ ബാസ്ക്കറ്റിൽ കൂടുതൽ കാര്യമുണ്ടാവും. ഒരു ഏജൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുന്നതോ ഒരു ക്ലയൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലോ ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിലോ ഈസ് ഗെറ്റിംഗ് മോർ ഓപ്ഷൻസ്. കുറേ കമ്പനീസിൻ്റെ പ്രൊഡക്ട്സാണ്. നമ്മൾ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരേ സാധനത്തിൻ്റെ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ പ്രൊഡക്റ്റിന് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു മാറ്റവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ കുറേ വലിയൊരു മാറ്റമാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്നത്. ഓപ്പൺ മാർക്കറ്റ്സ് ഓഫ് ഏജൻസ് ആ ഒരു തരത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ മാത്രമാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ മുന്നിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.